നമസ്കാരം. തേജസ് യുദ്ധവിമാനങ്ങൾ ഫിലിപ്പീൻസിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസിൽ ഫിലിപ്പീൻസ് വ്യോമസേനയ്ക്ക് അനുയോജ്യമായ പ്രതിരോധ ആയുധങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാവും കയറ്റുമതി ചെയ്യുക. ഇതു സംബന്ധിച്ച ചർച്ചകൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഫിലിപ്പൈൻ എയ്റോസ്പേസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും തമ്മിൽ നടത്തുന്നുണ്ട്. തേജസ് MK-1A യുദ്ധവിമാനങ്ങളിൽ ബ്രഹ്മോസ് NG മിസൈൽ കൂടി ഘടിപ്പിച്ച ശേഷമാവും ഫിലിപ്പീൻസിന് കൈമാറുക. തേജസ് പോർവിമാനങ്ങളെ ഭാഗങ്ങളായി കൊണ്ടുപോയി ഫിലിപ്പീൻസിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന കാര്യത്തിലും HAL-ഉം ഫിലിപ്പീൻ എയ്റോസ്പേസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും തമ്മിൽ ധാരണയായിട്ടുണ്ട്. വ്യോമയാന പ്രതിരോധ മേഖലയിൽ തദ്ദേശീയമായി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഫിലിപ്പീൻസ് ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ സഹകരണം ഫിലിപ്പീൻസ് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഫിലിപ്പീൻസ് വ്യോമ നാവിക സേനകൾക്ക് കൂടുതൽ ഫലപ്രദമായി സമുദ്ര നിരീക്ഷണം നടത്താൻ തേജസിന്റെ വരവോടെ സാധിക്കും. പരമാവധി സാങ്കേതിക വിദ്യകളും പ്രതിരോധ ഉപകരണങ്ങളും തേജസിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് PADC നടത്തുന്നത്. DRDO വികസിപ്പിച്ചെടുത്ത നേവൽ ആന്റിഷിപ്പ് മിസൈൽ, മീഡിയം റേഞ്ച് മിസൈലുകളും ഫിലിപ്പീൻസിലേക്കെത്തുന്ന തേജസ് യുദ്ധവിമാനത്തിലുണ്ടാവും. ഈ കപ്പൽവേദ മിസൈൽ ഫിലിപ്പീൻസ് നാവികസേനയുടെ കരുത്തു കൂട്ടുകയും ചെയ്യും. ഇന്ത്യൻ നിർമ്മിത ബ്രഹ്മോസ് മിസൈൽ നേരത്തെ തന്നെ ഫിലിപ്പീൻസിലേക്ക് എത്തിയിട്ടുണ്ട്. രണ്ടാം ഘട്ട ബ്രഹ്മോസ് മിസൈലുകൾ മാർച്ചിൽ തന്നെ കയറ്റി അയക്കുമെന്നാണ് സൂചന. കയറ്റുമതി നടപടിക്രമങ്ങൾ ഫെബ്രുവരിയിൽ തന്നെ പൂർത്തിയായതായി DRDO ചെയർമാൻ സാമിർ V കാമത്ത് നേരത്തെ പറഞ്ഞിരുന്നു. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, MKU ലിമിറ്റഡ്, അദാനി ഡിഫൻസ് സിസ്റ്റംസ് ആൻഡ് ടെക്നോളജീസ് ലിമിറ്റഡ് എന്നിവയുടെ പ്രതിനിധികൾ ഫിലിപ്പീൻസിലെത്തി ചർച്ചകൾ നടത്തിയിരുന്നു. ഹൊറൈസൺ 3 എന്ന പേരിൽ സൈന്യത്തിന്റെ ആധുനികവൽക്കരണം ഫിലിപ്പീൻസിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 16-ന് താഗ്വായ് സിറ്റിയിൽ നടന്ന പ്രതിരോധ വ്യവസായങ്ങളുടെ സമ്മേളനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ശംഭു കുമാരനും പങ്കെടുത്തിരുന്നു. ഫിലിപ്പീൻസിന്റെ പ്രതിരോധ ആവശ്യങ്ങളോട് ചേർന്ന് പോകുന്ന നാവിക സംവിധാനങ്ങളും പോർവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും കരയിലെ പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളുമെല്ലാം നൽകാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നും ശംഭു കുമാരൻ അഭിപ്രായപ്പെട്ടിരുന്നു. ചൈനയിൽ നിന്നുള്ള ഭീഷണികളും ഇൻഡോ പസഫിക് മേഖലയിലെ പൊതു സുരക്ഷയും കൂടി കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയുടെ ഫിലിപ്പീൻസുമായുള്ള പ്രതിരോധ പങ്കാളിത്തം തന്ത്രപ്രധാനമാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.